വെൽക്കം ബാക്ക് ടു ഇൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് ബനാസ് ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഒരു PYQ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം വരുന്ന എക്സാംസിനെല്ലാം നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? തീർച്ചയായും എല്ലാവരും എല്ലാത്തിനും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് PYQ നിന്നാണ്. അങ്ങനെ സയൻസ് ആണ് നമ്മൾ ഇന്നത്തെ PYQ എടുത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും സയൻസ് ഒരു ബുദ്ധിമുട്ടായ സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുന്നവര് തീർച്ചയായും PYQയിലൂടെ സയൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് മനസ്സിലാക്കുക. അപ്പൊ അവിടെ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എങ്ങനെയൊക്കെ പഠിച്ചാലാണ് സയൻസ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സയൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യം മനസ്സിലാക്കാമോ? അതിലൂടെ ഒത്തിരി ഫാക്ട്സും കൂടെ ക്ലിയർ ആക്കിപ്പോ. അപ്പൊ ഈ ക്ലാസ് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതെന്നാണ് ചോദ്യം. എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഈ ഉത്തരം അറിയാമോ? ഇല്ലെങ്കിൽ ഇന്നാ പഠിച്ചോളൂ. ഉത്തരം ലിഥിയമാണ്. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ലിഥിയമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവർത്തന പട്ടി. രസതന്ത്രത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പാഠഭാഗം തന്നെയാണ് ആവർത്തന പട്ടി. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പൊ ആവർത്തന പട്ടികയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒത്തിരി മൂലകങ്ങളെ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മൂലകമാണ് ലിഥിയം. ഇനി ലിഥിയം എന്ന മൂലകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പങ്ക് നമ്മൾ മനസ്സിലാക്കി അല്ലെ? എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ലോഹമാണ് ലിഥിയം എന്ന് പറഞ്ഞത്. അപ്പൊ ലിഥിയം ഒരു ലോഹമാണ്. മൂലകങ്ങളുടെ കൂട്ടത്തില് ഒരു ലോഹങ്ങളൊക്കെ അലോഹങ്ങളും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതില് ഒരു ലോഹമാണ് ലിഥിയം എന്ന് മനസ്സിലാക്കുക. ഇനി ലിഥിയത്തിന്റെ മറ്റൊരു പ്രത്യേകത നോക്കാം. ലിഥിയത്തെ മൃദു ലോഹങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മൃദു ലോഹങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റൽസ് എന്നറിയപ്പെടുന്നു ലിഥിയം. അപ്പൊ ലിഥിയത്തിനോടൊപ്പം തന്നെ മറ്റു ചില ലോഹങ്ങൾക്കും ഇതിന്റെ സവിശേഷത ഉണ്ട്. അപ്പൊ മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം എന്നിവയാണ് മൃദു ലോഹങ്ങൾ എന്ന് ഓർത്തുവയ്ക്കുക. ഏതൊക്കെയാണ് മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണം? ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. ഇനി അപ്പൊ നമ്മൾ ലിഥിയം എന്താണ്? ഒരു മൃദുലോഹമാണ് പഠിച്ചു കഴിഞ്ഞു അല്ലെ? എന്താണ് മൃദുലോഹങ്ങൾ എന്ന് പറയുന്നത്? അതെ, കത്തി കൊണ്ട് പോലും നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളെയാണ് മൃദുലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ കത്തി കൊണ്ട് പോലും നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളെയാണ് മൃദുലോഹങ്ങൾ എന്ന് പറയുന്നു. അവർക്ക് ഉദാഹരണം പഠിച്ചതൊക്കെയാണ് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. ഇനി ലിഥിയത്തിന്റെ മറ്റൊരു സവിശേഷത പഠിക്കാം. ലോഹങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ലോഹങ്ങൾ പൊതുവെ സാന്ദ്രത കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണെന്ന് വെച്ചാൽ ലിഥിയമാണ്. ഇനി നമുക്ക് ലിഥിയം എന്നൊരു ലോഹമാണ് മനസ്സിലായേ? ലോഹമായ ലിഥിയത്തിന്റെ സവിശേഷത നമ്മൾ മനസ്സിലാക്കി. ഇനി ലോഹത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കിയാലോ? അപ്പൊ നമുക്ക് ലോഹത്തിന്റെ സവിശേഷതകൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, മാലിബിലിറ്റി. എന്താണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്? അതായത് അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അടിച്ചു പരത്തി കനം കുറഞ്ഞ പാളികളായിട്ട് തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നതിനാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷത ഒന്നാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മാലിബിലിറ്റി കൂടിയ ലോഹം ഏതാണെന്ന് വെച്ചാൽ സ്വർണ്ണമാണ്. അപ്പൊ ലോഹങ്ങളുടെ കൂട്ടത്തിൽ മാലിബിലിറ്റി കൂടിയത് ആർക്കാണ്? സ്വർണ്ണത്തിനാണ്. ഒത്തിരി പരീക്ഷകളിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇനി നോക്കാം, ഡക്റ്റിലിറ്റി. ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. അതായത് നമുക്കവിടെ ലോഹങ്ങളെ എന്താണ് നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ നേർത്ത കമ്പികളാക്കി വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ സാധിക്കുന്ന ആ പ്രത്യേകതയാണ് എന്താണ്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാൻ മാറ്റാൻ സാധിക്കുന്ന പ്രത്യേകതയെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നു. അത് ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ്. ഇനി അവിടെ ഏറ്റവും ഡക്റ്റിലിറ്റി കൂടിയ ലോഹം ഏതാണെന്ന് വെച്ചത് പ്ലാറ്റിനം ആണ്. നമ്മൾ 2 പോയിന്റ് പഠിച്ചത് എന്തൊക്കെയാണ്? ലോഹങ്ങൾക്ക് മാലിബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് അവയെ അടിച്ചു പരത്തി കനം കുറഞ്ഞ പാളികളാക്കി മാറ്റാൻ സാധിക്കുന്നു. അതിൽ ഏറ്റവും മാലിബിലിറ്റി കൂടിയ ലോഹം ഏതാണെന്ന് വെച്ചാൽ സ്വർണ്ണമാണ്. ഇനി നമുക്ക് ലോഹങ്ങളെ എന്താണ് വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നേർത്ത എന്താണ് കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെന്താണ് ആ ഒരു പ്രോപ്പർട്ടി പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വസ്തുതയെ പറയുന്നത് ഡക്റ്റിലിറ്റി എന്നാണ്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ള ലോഹം ഏതാണെന്ന് വെച്ചത് പ്ലാറ്റിനം ആണ്. അടുത്ത ലോഹത്തിന്റെ സവിശേഷത നോക്കാം. ഉയർന്ന താപചാലകത ഉള്ളവയാണ് ലോഹങ്ങൾ. അപ്പൊ താപചാലകത എന്ന വാക്കിന്റെ അർത്ഥമാണ് താപം. താപം അതിലൂടെ കടത്തി വിടുന്നവയാണ് താപചാലകത എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ താപം കടത്തിവിടാൻ സാധിക്കുന്നു ആർക്കാണ്? ലോഹങ്ങൾക്ക് അല്ലെ? അപ്പൊ അതിൽ ഏറ്റവും ഉയർന്ന താപചാലകത ഉള്ളതാണ് ലോഹങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഉയർന്ന താപചാലകത ഉള്ള ലോഹങ്ങൾ ആണ്. അതിൽ ഏറ്റവും താപചാലകത കൂടിയ ലോഹം ഏതാണെന്ന് വെച്ചുള്ളത് വെള്ളിയാണ്. അപ്പൊ ഉയർന്ന താപചാലകത എന്ന് പറഞ്ഞ ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ്. അതിൽ തന്നെ ഏറ്റവും താപചാലകത കൂടിയ ലോഹം ഏതാണെന്ന് വെച്ചത് വെള്ളിയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അലുമിനിയം, ചെമ്പ് മുതലായവയെല്ലാം താപചാലകതയുള്ള ലോഹങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്ന താപചാലകതയുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വെള്ളിയാണെന്ന് ഓർത്തു വയ്ക്കുക.
അടുത്തത് ഇതുപോലെ തന്നെ ഉയർന്ന വൈദ്യുത ചാലകത ഉള്ളവയാണ് ലോഹം. ഉയർന്ന വൈദ്യുത ചാലകത ഉള്ളവയുമാണ് ലോഹം. വൈദ്യുത ചാലകത എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവിനെയാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഉയർന്ന വൈദ്യുത ചാലകത ഉള്ളവയാണ് ലോഹങ്ങൾ. ലോഹങ്ങൾ ഉയർന്ന വൈദ്യുത ചാലകത ഉള്ളവയാണ്. അതിലും ഉയർന്ന വൈദ്യുത ചാലകത കൂടി അല്ലെങ്കിൽ ഉയർന്ന വൈദ്യുത ചാലകതയുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചത് വെള്ളിയാണെന്ന് ഓർത്ത് വെക്കാം. ഇനി മനസ്സിലാക്കേണ്ടത് ഈ വൈദ്യുത ചാലകത ഒരു ഓർഡറിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന വൈദ്യുത ചാലകത ഉള്ളത് വെള്ളിക്കാണ്, അതിനുശേഷം ചെമ്പ്, അതിനുശേഷം സ്വർണം, അതിനുശേഷം അലൂമിനിയം. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകത ഉള്ളത്, അതിനുശേഷം ചെമ്പ്, അതിനുശേഷം അതിനെയും കാട്ടി കുറവ് സ്വർണത്തിനായിരിക്കും, അതിനെക്കാട്ടി കുറവ് അലുമിനിയത്തെ ആയിരിക്കും. അപ്പൊ ഇവിടെ 2 പോയിന്റ് മനസ്സിലാക്കി. ഉയർന്ന താപചാലകതയുണ്ട്, അതുപോലെ ലോഹങ്ങൾക്ക് ഉയർന്ന വൈദ്യുത ചാലകതയുണ്ട് മനസ്സിലാക്കി. ഇനി വെള്ളിയുടെ സവിശേഷത എന്താണ്? ഉയർന്ന താപചാലകത ഉള്ള ലോഹം ഏതെന്ന് ചോദിച്ചാലും ഉയർന്ന വൈദ്യുത ചാലകത ഉള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാലും അത് വെള്ളിയാണ് ഉത്തരം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ് ഉയർന്ന സാന്ദ്രത. ഉയർന്ന സാന്ദ്രതയുള്ളവയാണ് ലോഹങ്ങൾ. അത് നമ്മള് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ മനസ്സിലാക്കിയതാണ് ലിഥിയം ആണ് അല്ലെ. അപ്പൊ ഇവിടെ സാന്ദ്രത കൂടിയ ലോഹം കൂടി മനസ്സിലാക്കിയോ. ഓസ്മിയം ആണ് സാന്ദ്രത കൂടിയ ലോഹം. ഉയർന്ന സാന്ദ്രത എന്ന് പറയുന്ന ലോഹങ്ങളുടെ സവിശേഷതയാണ്. അപ്പോൾ നമ്മൾ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹത്തെ മനസ്സിലാക്കിയ ലിഥിയം. ഇനി സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം എന്നറിയപ്പെടുന്നത് ഓസ്മിയമാണ്. ഓർത്ത് വയ്ക്കാം. അടുത്തത് മറ്റൊരു ലോഹത്തെ സവിശേഷത ഉയർന്ന ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ ഉയർന്ന ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ്. അതിലെ ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ടങ്സ്റ്റൻ ആണ്. ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? ടങ്സ്റ്റൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി സൊണോറിറ്റി എന്ന് പറഞ്ഞ ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷത എന്താണ്? ഈ സൊണോറിറ്റി എന്ന് പറയുന്നത് അതെ കട്ടിയുള്ള പ്രതലങ്ങളിൽ തട്ടുമ്പോൾ ലോഹങ്ങൾക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു കഴിവുണ്ട്. ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയും. കട്ടിയുള്ള പ്രതലങ്ങളിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ആ ലോഹങ്ങളുടെ കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് നമ്മൾ സ്കൂളിൽ മണി അടിക്കുന്നത് അല്ലെ, മണി അടിക്കുന്നത് ലോഹത്തില് ഒരു മണി എന്താണ് ഇത് ഒരു ശക്തിയുള്ള പ്രതലത്തിലാണ്. അതില് ആ ലോഹത്തിന് ഇതുകൊണ്ട് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ദണ്ട് കൊണ്ട് എന്തുകൊണ്ട് അടിക്കുമ്പോൾ ഒരു ശബ്ദം പുറപ്പിക്കാനുള്ള കഴിവുണ്ടാകും അല്ലെ. അതിനെയാണ് സൊണോറിറ്റി എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ സൊണോറിറ്റി എന്ന് പറയുന്ന ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ്. കട്ടിയുള്ള പ്രതലത്തിൽ അടിക്കുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന കഴിവിനെ എന്ത് വിളിക്കുന്നു? സൊണോറിറ്റി എന്ന് മനസ്സിലാക്കുക. അടുത്തത് ലോഹദ്യുതി. എന്താണ് ലോഹദ്യുതി എന്ന് പറയുന്നത്? ലോഹദ്യുതി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതിയതായി ഉണ്ടാകുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിന് ഒരു തിളക്കമുള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ലോഹങ്ങളെ മുറിക്കുമ്പോൾ മുറിച്ചെടുക്കുന്ന ആ ഭാഗത്തിന് ഒരു തിളക്കമുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ തിളക്കത്തെയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ലോഹത്തിന് മറ്റൊരു സവിശേഷതയാണ് അത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലോഹത്തിന്റെ സവിശേഷത മനസ്സിലാക്കാനുള്ളത്. എന്തൊക്കെയാണ്? മാലിബിലിറ്റി കൂടിയ ലോഹം സ്വർണം, ഡക്റ്റിലിറ്റി കൂടിയ ലോഹം പ്ലാറ്റിനം. ഇനി ഉയർന്ന താപചാലകത എന്ന് പറഞ്ഞ ലോഹത്തിന്റെ സവിശേഷത. അത് ഉയർന്ന താപചാലകത കൂടിയ ലോഹം ഏതാണ്? വെള്ളിയാണ്. അതുപോലെ ഉയർന്ന വൈദ്യുത ചാലകത ലോഹവും വെള്ളിയാണ്. ഇനി ഉയർന്ന സാന്ദ്രത ലോഹങ്ങളുടെ പ്രത്യേകതയാണ്. ഉയർന്ന സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയമാണ്. ഇനി ഉയർന്ന ദ്രവണാങ്കം ഉള്ള ലോഹം ഏതാണ്? ടങ്സ്റ്റൻ ആണ്. അത് ലോഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? സൊണോറിറ്റിയും പിന്നെ ലോഹദ്യുതിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെയുണ്ട്. നമ്മളുടെ ഉയർന്ന താപചാലകത ഉയർന്ന വൈദ്യുത ചാലകതയുള്ള ലോഹം വെള്ളിയാണെന്ന് പറഞ്ഞു അല്ലെ. ഉയർന്ന വൈദ്യുത ചാലകത ലോഹം വെള്ളിയാണെന്ന് പറഞ്ഞു. അതുപോലെ ഉയർന്ന താപചാലകത ലോഹം വെള്ളിയാണെന്ന് പറഞ്ഞു. എന്നാൽ താപചാലകത താപം കടത്തിവിടാൻ സഹായിക്കുന്ന ലോഹം ആ ഒരു സവിശേഷതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്ന താപചാലകത വെള്ളിക്കാണ്. എന്നാൽ നമ്മളുടെ കൂടുതലായിട്ടും നമ്മൾ അലുമിനിയം പാത്രങ്ങളാണ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് അല്ലെ. എന്തുകൊണ്ടാണ് അലുമിനിയം പാത്രങ്ങൾ പാചകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? അവിടെ വെള്ളി പാത്രങ്ങളെക്കാൾ കൂടുതൽ അലുമിനിയം പാത്രങ്ങൾ പാചകങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, വെള്ളി എന്ന് പറയുന്നത് കുറച്ചും കൂടെ അതിന് കുറച്ചും കൂടെ അത് അത്ര ലാഭകരമല്ല. എന്നാൽ അലുമിനിയം എന്ന് പറയുന്നത് ലാഭകരമാണ്. മാത്രമല്ല വെള്ളിയെ സംബന്ധിച്ചിടത്തോളം ഭാരക്കുറവുള്ളതാണ്. അപ്പൊ ലാഭകരവും ഭാരക്കുറവും എന്ന് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അലുമിനിയം പാത്രങ്ങൾ പാചകത്തിന് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. മനസ്സിലായോ? വെള്ളിയെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണ്, അതുപോലെ ഭാരക്കുറവാണ്. ആ 2 കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളിക്ക് പകരം അലുമിനിയം പാത്രങ്ങളാണ് പാചകത്തിന് കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നത്. ഇതേ കാര്യം തന്നെയാണ് നമുക്ക് മറ്റൊരു കാര്യത്തിൽ പറയാം. വൈദ്യുത ചാലകത ഏറ്റവും കൂടിയ ലോഹം വെള്ളിയാണെന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ നമ്മുടെ വീടുകളിലെ വയറിങ്ങിനൊക്കെ നമ്മൾ സാധാരണയായിട്ട് വെള്ളിയല്ല യൂസ് ചെയ്യുന്നത്, കോപ്പർ അലുമിനിയം ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അലുമിനിയം മുതലായ കാര്യങ്ങൾക്ക് എന്താണ് വീട്ടിലെ വയറിങ്ങിന് വെള്ളി ഉപയോഗിക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ ഇവിടെയും അതേ കാരണം തന്നെയാണ്. ലാഭകരമായിട്ടുള്ളത് ഏതാണ്? അലുമിനിയമാണ്. അതുകൊണ്ട് നമ്മൾ ഏതാണ് അവിടെ ഉപയോഗപ്പെടുന്നത്? വെള്ളിക്ക് പകരം അലുമിനിയമാണ് ഉപയോഗപ്പെടുന്നത്. താപചാലകതയുടെ കേസിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ താപചാലകതയും ഏറ്റവും കൂടുതൽ വൈദ്യുതചാലകതയും ആർക്ക് തന്നെയാണ്? വെള്ളിക്കാണ്. എന്നാൽ എന്റെ ആ ഒരു ലാഭകരമല്ല എന്നുള്ള കാരണത്താലാണ്
നമ്മൾ അലുമിനിയത്തിനെയും മറ്റു ചെമ്പിനെയൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. അതും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഒത്തിരി പരീക്ഷകൾക്ക് ഇത്തരത്തിൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി പഠിച്ചു പോകാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നോക്കിയോളൂ. എയർഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ചോദ്യം എന്താണ്? എയർഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഉത്തരം ഹീലിയമാണ്. അപ്പൊ എയർഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഉത്തരം ഹീലിയമാണ്. ഇനി ഹീലിയം ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതെന്താണ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോക്കിയോളൂ. ഹീലിയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഭാഗമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന ഒരു വാതകമാണ് ഹീലിയം. ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഭാഗമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം ഏതാണെന്ന് വെച്ചാൽ ഹീലിയമാണ്. ഇനി നോക്കാം പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള വാതകം. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള വാതകം, അതുപോലെ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം ഏതിനെയാണ്? ഹീലിയമാണ്. അപ്പൊ നോക്കുക, ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള വാതകം, അതുപോലെ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം എന്നറിയപ്പെടുന്നതും ഹീലിയമാണ്. അപ്പൊ നോക്കിയാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള വാതകം ഏതെന്ന് വെച്ചത് ഹീലിയമാണ്. അതുപോലെ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീലിയമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം എന്ന് വെച്ചത് ഹീലിയമാണ്. ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. അപ്പോൾ ഏറ്റവും ലഘുവായ ആറ്റമുള്ള ഒന്നാമത്തെ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. അപ്പൊ ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? ഹീലിയമാണ്. ഇനി നോക്കാം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അലസവാതകം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹീലിയമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ്? ഹീലിയമാണ്. അടുത്ത നോക്കാം, സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ടാമത്തെ വാതകം. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം ഏതാണ്? അത് ഹീലിയമാണ്. അപ്പൊ ഒന്നാമത്തെ വാതകം ഏതാണ്? ഹൈഡ്രജൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ എന്താണ്? ഹീലിയത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എയർഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണെന്ന് ചോദ്യം. ഉത്തരം ഹീലിയമാണ്. അപ്പൊ ഹീലിയം എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണപ്പെടുന്നത്? സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഭാഗമായി രൂപം കൊള്ളുന്ന വാതകമാണ് ഹീലിയം അല്ലെ. ഇനി സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ഹീലിയമാണ്. ഇനി ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള വാതകം, അതുപോലെ ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാലും അത് ഹീലിയമാണ്. ഇനി ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം എന്ന് വെച്ചാൽ അത് ഹീലിയമാണ്. അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണെന്ന് ചോദിച്ചാലും ഇത് ഹീലിയമാണ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എത്ര ഫാക്ട്സ് ആണ് പഠിച്ചത് അല്ലെ. അപ്പൊ ഹീലിയവുമായി ബന്ധപ്പെട്ട് എക്സാംസിന് ചോദിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൂടെ പഠിച്ചത്. അപ്പൊ നിങ്ങൾ യൂസ്ഫുൾ ആക്കി വെക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് 2 PYQ ഡിസ്കസ് ചെയ്തത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ തീർച്ചയായും നിങ്ങളത് മനസ്സിലാക്കി പഠിച്ചതിന് വെക്കുക. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. Bye from me. Thank you.